നമുക്കറിയോ ഒരു മനുഷ്യന്റെ മുഖം, ആ മുഖം അള്ളാഹു തരുന്നതാ അല്ലെ? ആ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ വല്ല ചെലവുണ്ടോ? ഓരോ പുഞ്ചിരിയും സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പുഞ്ചിരിക്കുന്നത് 10 ആള് കണ്ടാൽ ആ 10 മുഅ്മിന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ്. അതൊരു 100 ആളോട് നിങ്ങൾ പുഞ്ചിരിച്ചു, 100 ആൾക്ക് ദാനം ചെയ്ത കൂലിയാണ്. നമ്മൾ ഇങ്ങനെ പിശുക്കുന്ന ഒരു ഭാഗം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്വതക്ക അതും കൊടുക്കാൻ തയ്യാറല്ല. സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിച്ചാൽ സ്വതക്കയാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതഖ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ സഹോദരനെ കാണുമ്പോഴേ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നല്ല പുഞ്ചിരിക്കുന്ന മുഖവുമായി നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ്, ദാനമാണ്. അങ്ങനെ എന്തെന്നറിയോ? പൈസ കൊടുത്തവനൊക്കെ സന്തോഷം കിട്ടിയേക്കും അല്ലേ? പൈസ കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു നല്ല ഒരു മുഖം, ഒരു ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഒരു മുഖം കണ്ടാൽ അത് സന്തോഷം തരുന്നില്ലേ? ഇല്ലേ? മനസ്സിന് കുളിർമ ലഭിക്കുന്നില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു മാധ്യായ ടാൻജിബിൾ, പൈസയോ സാധനമോ ഗിഫ്റ്റോ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഹബീബിന്റെ മുത്തുനബിയുടെ ഉമ്മത്തികളായ നമ്മൾ മുഖത്ത് പുഞ്ചിരി കൊണ്ട് സ്വതക്ക ദാനം ചെയ്യേണ്ടവരാണ്. സ്വതക്ക ചെയ്യാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്, അത് നഷ്ടപ്പെടുത്തേണ്ട. ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതത്തിൽ, ഇനി മരിക്കോളം എത്ര ദിവസം ഉണ്ടെന്ന് ബാക്കിയില്ല, നമുക്കറിയില്ല എത്രയാ ബാക്കിയുള്ളതെന്ന്. ആ ദിവസങ്ങൾ പുഞ്ചിരിച്ചോളൂ മുഅ്മിനീങ്ങളെ, പുഞ്ചിരിച്ചോ.